നമസ്കാരം. മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതയായി മാറിയ താരമാണ് സുബി സുരേഷ്. പുരുഷന്മാർ അരങ്ങുവാണിരുന്ന സമയത്താണ് മിമിക്രി രംഗത്തേക്ക് സുബി എത്തുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നടിക്ക് മിമിക്രി രംഗത്ത് ശോഭിക്കാനായി. പിന്നീട് കോമഡി ഷോകളിലും മറ്റും സജീവമാകുകയായിരുന്നു. സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന കുട്ടിപ്പട്ടാളം എന്ന പരിപാടിയിൽ സുബിയായിരുന്നു അവതാരകയായി എത്തിയത്. സുബി സുരേഷിന്റെ മരണം ഉൾക്കൊള്ളാനാവാതെ ഞെട്ടലിലാണ് സിനിമാ ലോകവും സുബിയെ സ്നേഹിക്കുന്നവരും. 42-കാരിയായ സുബി കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് ചികിത്സയിലിരിക്കെ അന്തരിച്ചത്. ടിനി ടോം സുബിയുടെ മരണവാർത്ത പുറത്തുവിട്ടപ്പോൾ ആദ്യം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. അത്രത്തോളം ഇഷ്ടമായിരുന്നു സുബിയെ. തന്റെ വിഷമങ്ങളൊന്നും സുബി ആരെയും അറിയിച്ചിരുന്നില്ല. കരൾ സംബന്ധമായും ശ്വാസകോശ സംബന്ധമായിട്ടുമൊക്കെ ഗുരുതര പ്രശ്നങ്ങൾ സുബിക്കുണ്ടായിരുന്നു. ഇതിന്റെ ചികിത്സ നടക്കുന്നതിനിടയിലാണ് നടി മരണപ്പെടുന്നത്. ഇപ്പോഴത്തെ രമേഷ് പിഷാരടി അവതാരകനായിട്ടെത്തുന്ന ഓർമ്മയിലെന്നും എന്ന പ്രോഗ്രാമിൽ സുബിയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് അമ്മ അംബിക. കാനഡയിൽ വെച്ചാണ് ഈ രാഹുൽ എന്നെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് സുബി പറഞ്ഞത്. അതിനെന്താ, ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ലെന്ന് ഞാനും പറഞ്ഞു. അതിന് പിന്നാലെയാണ് ജാർഖണ്ഡിൽ ഒരു പരിപാടിക്ക് പോകുന്നത്. അന്ന് മഞ്ഞപ്പിത്തം ചെറിയ രീതിയിൽ ഉണ്ട്. പോകണ്ടെന്ന് പറഞ്ഞെങ്കിലും ഡോക്ടറാണ് സുബി എനർജറ്റിക് അല്ലേ, പോയിക്കോളാൻ പറഞ്ഞത്. പക്ഷേ അവിടെ എത്തിയതിനു ശേഷം സുബിക്ക് ഭയങ്കരമായ ക്ഷീണമായെന്ന് രാഹുൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. തിരിച്ചു വന്നതോടെ നേരെ ആശുപത്രിയിലേക്കാണ് പോകുന്നത്. വീൽചെയർ വേണമോ എന്ന് ചോദിച്ചപ്പോൾ പോലും വേണ്ട, നടന്നു പൊയ്ക്കോളാം എന്ന് പറഞ്ഞു. പക്ഷേ റൂമിൽ കയറിയതോടെ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. കോവിഡ് വന്നതു മുതൽ സുബിക്ക് ശ്വാസകോശത്തിന് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വീട്ടിലാണെങ്കിൽ നമ്മൾ സ്പ്രേ ഒക്കെ അടിക്കുമ്പോൾ അത് മാറും. ആശുപത്രിയിലായതുകൊണ്ട് ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഓടി വന്ന് നേരെ ICUവിലേക്ക് കയറ്റി. 25 ദിവസം ICUവിലായിരുന്നു. ഇതിനിടയിലാണ് ശ്രീകണ്ഠൻ നായർ സാർ വിളിക്കുന്നത്. സുബിയെ വെച്ച് അടുത്തയാഴ്ച മുതൽ പുതിയ പ്രോഗ്രാം തുടങ്ങണം. ഇക്കാര്യം അവർ സുബിയോട് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആശുപത്രിയിലാണെന്നും ഉടനെ പരിപാടി നടക്കില്ലെന്നും ഞങ്ങൾ പറഞ്ഞു. അത് സാരമില്ല, സുബി വന്നതിന് ശേഷം മതി. സുബി അല്ലാതെ വേറെ ആർക്കും അത് ചെയ്യാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മഞ്ഞപ്പിത്തം കൂടുതലായി. കിഡ്നിയെ ബാധിച്ചു. ഡയാലിസിസ് ചെയ്തു. ഒടുവിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനും തീരുമാനിച്ചു. സുരേഷ് ഗോപി അടക്കം എല്ലാവരും സഹായിച്ചു. പക്ഷേ സുബിക്ക് യോഗമില്ലാതെ പോയി. സുബിയെ പൈസ വാങ്ങാൻ പഠിപ്പിച്ചത് പിഷാരടിയാണെന്ന് അവൾ എപ്പോഴും പറയുമായിരുന്നു. സുബി അത്യാവശ്യം നല്ല പ്രതിഫലം വാങ്ങേണ്ട കലാകാരിയാണ്. എന്റെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന സമയത്താണ് സുബി വീട് പണിയുന്നത്. നമ്മളൊരു പ്രോഗ്രാമിന് സുബിയെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഏജന്റ് വിളിച്ചിട്ട് കഥയൊക്കെ സുബിയോട് പറയും. എന്നിട്ട് അവൻ 10 രൂപ കുറയ്ക്കും. വേറൊരാൾ വിളിച്ച് 5 രൂപ കുറയ്ക്കും. അങ്ങനെ കുറച്ച് വളരെ തുച്ഛമായ പ്രതിഫലത്തിലാണ് സുബി പോവാറുള്ളത്. ഇടയിൽ നിൽക്കുന്നവരാണ് ഈ പൈസ കൊണ്ടുപോകുന്നത്. നമ്മൾക്ക് കിട്ടുന്ന പൈസയിൽ കുറച്ച് പാവങ്ങൾക്ക് കൊടുക്കണം. ചാരിറ്റി പ്രോഗ്രാമുകൾക്ക് പൈസ വാങ്ങരുത്, അല്ലാത്തതിന് വാങ്ങിക്കണം എന്നൊക്കെ സുബിയുടെ കൂടെ നടന്ന് താനാണ് പറഞ്ഞു കൊടുത്തതെന്ന് പിഷാരടി പറയുന്നു. മാത്രമല്ല 5 സ്റ്റാർ ഹോട്ടലുകളിൽ 2000 രൂപ ഒരാളുടെ ഭക്ഷണത്തിന് വാങ്ങുന്ന പരിപാടികളിൽ സുബിക്ക് 5 രൂപയേ ഉള്ളൂ എന്ന് പറയും. അത് ശരിയല്ലല്ലോ എന്നാണ് പിഷാരടി പറഞ്ഞത്.